ഡാ എന്താ നിന്റെ പ്രശ്നം? എൻ്റെ പൊന്നളയാ, എത്ര നാളെയാടാ അവളുടെ പുറകെ കിടക്കണേ. ഫ്രണ്ട് നടക്ക്. സ്നേഹത്തോടൊരു വാക്ക് പോട്ടെ, ഒരു നോട്ടം. ഈ ലവ് സ്റ്റോറി വായിച്ചിട്ടെങ്കിലും അവളെ വളയ്ക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. കിട്ടും കിട്ടും. നീ ഇങ്ങോട്ട് വന്നേ. എന്തല്ലേ ഇങ്ങോട്ട് വാടാ പറയട്ടെ. 69. ഡാ സുന്ദരനും സുമുഖനും സുശീലനും സർവോപരി സമാധാനിയുമായ നിന്നെ നാട്ടിലെ വെറും ഒരു സാധാരണ പണക്കാരന്റെ മകളായ അവൾക്ക് കിട്ടിയ ആർക്കാ ലാഭം? ആർക്കാ? സംശയം എന്താ? അവൾക്ക് തന്നെ. ഇത് അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത നിന്റെ പ്രശ്നം തീർന്നില്ലേ? അതെങ്ങനെയാ? അതറിഞ്ഞ നീ ഹീറോ ഇല്ലേ പൊട്ടാ? പറഞ്ഞിട്ടു അളിയാ, അളിയാ പറഞ്ഞിട്ടു. പിന്നെ അല്ല അളിയാ, പോയി പറയടാ. നീ ഒന്ന് പറയൂ. ഞാനാ എന്നിട്ട് വേണം കൂട്ടുകാരന്റെ പെണ്ണിനെ വളച്ചു ചിത്ത പേരൊക്കെ. ഞാൻ പോവില്ല. ടുട്ടു നീ ഒന്ന് പറടാ. ഞാൻ പോണോ? അവനൊരു ഗേൾഫ്രണ്ട് കൊളാക്കോ? ഒരു സംശയമില്ല. ചേച്ചി പ്ലീസ് ഒന്ന് അകലേക്ക് വരുമോ? എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേര് വെച്ചാൽ അല്ല വേണ്ട. എന്തൊക്കെയായാലും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, പോരാത്തതിനിപ്പോൾ അടുത്തടുത്ത കോളേജിലും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിച്ചൂടെ? നാട്ടിൽ നിന്ന് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത്. എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേക്ക്. നീ ടെൻഷൻ എടാ വേട്ടമളിയാ, എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല കുട്ടി. നിന്റെ ശല്യം കാരണം അവള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നല്ലടാ. അവളങ്ങനെ പറഞ്ഞു. അവളങ്ങനെ പറഞ്ഞോന്നാ? അത് മാത്രമല്ല, എന്റെ പൊന്നു കേട്ട എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒറ്റ പോകും. ബാംഗ്ലൂർക്ക് വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് അതാകുമ്പോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. ಯಾಕೋ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಾ? അവളെ കാണാമെന്ന്. ವಾರ್ನಿಂಗ್ ಕೊಟ್ಟಿದ್ದೆ. ಅವಳು ನೋಡೋದಕ್ಕೆ ನಾವೆಲ್ಲ ಇದ್ದೀವಿ, ನೀವು ಯಾಕೆ ಬಂದ್ರಿ? അങ്ങനെ എൻ്റെ സന്തോഷത്തിന്റെ താക്കോൽ ഇവിടെ കളഞ്ഞുപോയി. അല്ലെങ്കിൽ നമ്മളാണുങ്ങൾ ഇങ്ങനെയാ, എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് കാത്തുവെച്ച് നമ്മുടെ മുന്നിലെത്തിയ നമ്മൾ പഴയതെല്ലാം മറക്കും. തോന്നിയ നേരത്തെ ചെക്കൻ്റെ വരവ് മഴയിൽ നനഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ വിചാരം. നനഞ്ഞിണ്ടല്ലോ, മഴയാണോ? നീ എന്താ ഓടഞ്ഞു? അല്ല, നേരത്തെ വന്നിരുന്നെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. കൊട എടുക്കായിരുന്നു കേട്ടോ. കിട്ടിയായിരുന്നോ? ഇപ്പം പോയാ
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേറെ ഇറച്ചി കിട്ടിക്കണം ഷൂ കണ്ടാ അറിയാം. ഇത് ഇവിടെ കിട്ടിയാ പോരെ? ആ ഇത് ഇങ്ങനെ ഒന്നുകൂടെ ചുറ്റി തിരിച്ച്. ശരി, ഇങ്ങോട്ട് കേട്ടല്ലേ? അതെ. ഹായ്. ഹായ്. ഹലോ. ഈ എപ്പോഴും ഈ സമയത്താണോ ഓട്ടം? എപ്പോഴും ഈ സമയത്താണോ ജോഗിങ്? 2 വർഷമായിട്ട്. രണ്ടു വർഷമായിട്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ? താൻ പാടുവോ? അല്ല. ഞാൻ പാടും. ഓ, ഉദയനാണ് താൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനതിൽ പാടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഹെഡ്ഫോൺസ്, വൈറ്റ്. പക്ഷെ ഞാൻ ജോഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ അടുത്ത ആരിൽ നിന്ന് സംസാരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ആരാ ഫേവറേറ്റ് മ്യൂസീഷ്യൻ? യാനി. ഓ യാനി. യാനിയാ? യാനിയാ? എടാ നിനക്ക് യാനിനെ അറിയില്ല? ഓ പൂർ പീപ്പിൾ. യാനി ഈസ് എ ഗ്രീക്ക് മ്യൂസിക് കമ്പോസർ ബോൺ ഓൺ November 14th. He has spent his adult life in United States. He predominantly focused on instruments. ഞാനിവിടെ മോർണിംഗ് ലൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? ടിങ് 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 ടിങ്. ഓഫ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ അയാളുടെ ഒരൊറ്റ പാട്ടേ കേട്ടിട്ടുള്ളൂ. ഹേയ്, ഹായ്. ഇന്നത്തെ ഒറ്റയ്ക്കായി പോയേ? നന്നായി. ഭയങ്കര സീരിയസ് ആണ് അയാള്. ഏയ് പാവ. ആക്ച്വലി ഷീസ് മൈ ബെസ്റ്റി. സംസാരിക്കണേൽ നല്ല കമ്പനി ആവണം. ഇയാള് പിന്നെ വേറെ സിനിമയിലൊന്നും പാടിയില്ലേ? അത് പിന്നെ ഈ കോളേജും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് പിന്നെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കോൺസേർട്ട് വരുന്നുണ്ട്. കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണോ? പിന്നെ ടിക്കറ്റൊക്കെ ഒരാഴ്ച മുമ്പ് സോൾഡ് ഔട്ട് ആയില്ലേ? AR റഹ്മാൻ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. ഈ ഡിസംബറിൽ പുള്ളിയുടെ ഒരു വേൾഡ് ടൂർ വരുന്നുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ളവരെയൊക്കെ പുള്ളി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോ അതിനൊരുപാട് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓ അതിനൊക്കെ എവിടെ സമയം? ഇവിടെയുള്ള ഈ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ടല്ലോ, താജ്, മെറിഡിയൻ, ലീല, അവിടെയൊക്കെ ആയിരിക്കും മിക്കവാറും എൻ്റെ രാത്രികൾ. ഈ വെസ്റ്റ് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല പല സിംഹങ്ങളായിട്ട് ഞാനിങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഒരു സൂഫി കവാലി ലൈനായിരിക്കും. ഇന്ന് രാത്രി ഉണ്ട് ഒരു മുട്ടൽ പ്രോഗ്രാം. ആ